മലയാളി പ്രേക്ഷകർ ഇന്ന് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് മലയാളികളുടെ പ്രിയപ്പെട്ട ബാലതാരമായിരുന്ന നടൻ ഹരിമുരളിയുടെ മരണം തന്നെയാണ്. അതൊരു ആത്മഹത്യ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 27 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നത് എല്ലാവരെയും സംബന്ധിച്ചും വളരെയധികം ചിന്തിക്കേണ്ടതും വ്യാകുലപ്പെടേണ്ടതുമാണ്. ഹരിമുരളി സ്വന്തം വീട് അടുത്തായിരുന്നിട്ട് പോലും തൻ്റെ ബന്ധുവും അടുത്ത സുഹൃത്തും ഒക്കെയായിരുന്ന മറ്റൊരു നടനായ മനോജ് കെയുവിൻ്റെ വീട്ടിലാണ് ആത്മഹത്യ ചെയ്തത്. അവൻ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെയുള്ള വീട്ടുകാർ അവനെ വിളിക്കാൻ പോയപ്പോഴാണ് അവനെ ആത്മഹത്യ നിലയിൽ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി. എങ്ങനെ ഇത് ആരോട് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു എല്ലാവരും. വളരെ ചെറുതിലേ തന്നെ സിനിമയിൽ എത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു പ്രശസ്തിയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. ശരിക്കും സിനിമാ കുടുംബത്തിലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായി വരുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് പറയാം. സിനിമാ കുടുംബത്തിലായിട്ട് പോലും ഒരിക്കൽ പോലും അത് വെച്ച് തനിക്ക് സിനിമ ലഭിക്കണമെന്നോ സിനിമയിൽ കയറണമെന്നോ ആഗ്രഹിച്ചിരുന്നില്ല. പഠനത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് സിനിമയിൽ നിന്നും കുറച്ചു നാളൊക്കെ തന്നെ അഭിനയത്തിന് ശേഷം മാറി നിന്നത്. അതിനുശേഷം സിനിമയിൽ VFXലേക്ക് ഇനി മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ഈ ആത്മഹത്യ. വളരെ ചെറുതിലെ തന്നെ സിനിമയിലുള്ളത് കൊണ്ട് തനിക്ക് ഭയങ്കര ജാടയായിരിക്കുമെന്ന് കരുതി പലരും തന്നെ ഒഴിവാക്കിയതിനെ പറ്റി വിഷമത്തിലൊക്കെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അന്നത്തെ ആ ചെറിയ ബാലന് ഇന്ന് ആത്മഹത്യ ചെയ്യാൻ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ആർക്കും അറിയുന്നില്ലായിരുന്നു. നടൻ ഗണപതിയുടെയും ബന്ധുവാണ്. സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം എത്തിയത്. അതുകൊണ്ട് തന്നെ അഭിനയമായാലും VFX ആയാലും അദ്ദേഹത്തിന് അധികമൊന്നും വലുതായി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല. 4-4.5 വയസ്സുള്ളപ്പോഴാണ് സീരിയലിലൂടെയും സിനിമയിലൂടെയും അദ്ദേഹം ഇൻഡസ്ട്രിയിൽ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അച്ഛൻ്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും വളരെയധികം തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ആ കുഞ്ഞു മനസ്സിന്, ചിലപ്പോൾ ആ യൗവന മനസ്സിന് ഇപ്പോൾ വളരെയധികം വേദനയായി മാറിയത്? ഒരു 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന് പിന്നിലുള്ള കാരണങ്ങളെല്ലാം ഓരോരുത്തരും അന്വേഷിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന്. ആദ്യം ആത്മഹത്യയല്ല എന്നാണ് വാർത്ത വന്നത്. അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് അന്വേഷണമെല്ലാം. എന്നാൽ ഏതാനും മണിക്കൂറുകളും നിമിഷങ്ങളും കഴിഞ്ഞപ്പോൾ ആത്മഹത്യയാണ് എന്ന് ഉറപ്പിച്ചുള്ള വാർത്തകൾ വന്നു. അതുകൂടെ കേട്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം അത് വേദനയുണ്ടാക്കി എന്ന് തന്നെ കൃത്യമായി പറയാം. സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുകയാണ്. ആരാധകർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നുണ്ട്. അതിന് കാരണം അതൊരു സന്തോഷ വാർത്തയായതുകൊണ്ടല്ല, മറിച്ച് എന്താണ് ഹരിമുരളിക്ക് സംഭവിച്ചിരുന്നത്, അവസാന നിമിഷം അവൻ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക, എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.